സാർ, ഇസ്രായേൽ ഹമാസ് തമ്മിലുള്ള ആക്രമണങ്ങളെല്ലാം നമ്മൾ കേൾക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇസ്രായേൽ ആക്രമിക്കുന്നത് ലെബനനെയാണ്. ലെബനന് ഒരു ആവശ്യവുമില്ലാതെ ഇസ്രായേലിനെ കയറി ചൊറിയാനായിട്ട് പോയി. ഞങ്ങൾ ഇസ്രായേലിനെ തീർക്കും തകർക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഈ ഹിസ്ബുള്ളയുടെ അവിടുത്തെ ഓഫീസ് തേടി ഇയാൾ, അതായത് ഇസ്രായേൽ പോയപ്പോൾ ഹിസ്ബുള്ള ഒരാഴ്ച മുമ്പേ ഓഫീസും പൂട്ടി, ഇവന്മാരെല്ലാം സ്ഥലം വിട്ടു. ഇപ്പോൾ ലെബനൻ്റെ അതിർത്തികളിൽ മുഴുവൻ ഇസ്രായേൽ റോക്കറ്റ് വാരി വിതറിക്കൊണ്ടിരിക്കുകയാണ്. ലെബനൻ മുഴുവൻ തകർത്തെടുക്കുകയാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പോരാത്തതിന് ഈ സമാധാനം പറയാനായിട്ട് UN സമാധാന അംഗങ്ങളുണ്ടല്ലോ, ഈ UNIFIL, അവരവിടെ ചെന്നപ്പം അവർ തലനാരിഴയ്ക്കാണ് ഒരു റോക്കറ്റിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞാൽ അവർ രംഗത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ വക്താവായിട്ടുള്ള ആൻഡ്രിയ ടെറൻറ്റിയ ഇങ്ങനെയാണ് പറയുന്നത്, അതായത് ഞങ്ങളൊക്കെ തലനാരിഴയ്ക്കാണ് അവിടുന്ന് റോക്കറ്റിൽ നിന്ന് രക്ഷപ്പെടുന്നത്. സത്യം പറഞ്ഞാൽ ലെബണനെ ഇപ്പോൾ ഇപ്പുറത്ത് ഇറാനെ പേടിപ്പിച്ച് നിർത്തി, താഴെ ഹമാസിനെ മുഴുവൻ തീർത്തു, അപ്പുറത്ത് ലെബണനെ ചുരുട്ടി കൂട്ടുകയാണ്, ഹിസ്ബുള്ളയെ ചുരുട്ടി കൂട്ടുകയാണ് ഇസ്രായേൽ. അപ്പോൾ ഇത് ഒരു റൗണ്ട് ചെയ്ത് ഇസ്രായേൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അടി എവിടെ ചെന്ന് അവസാനിക്കും? അതില്ലേ, ലെബനനിൽ ഇടയ്ക്കിടയ്ക്ക് ഇസ്രായേൽ യുദ്ധം ഉണ്ടാവുന്ന അത് ഈ ലെബനൻ മനോഹരമായ രാജ്യമാണ്. മെഡിറ്ററേനിയൻ തീരത്തുള്ള മനോഹരമായ രാജ്യം. ലെബനനിൽ ഷൂട്ട് ചെയ്ത ഒരുപാട് പാട്ടുകൾ, അറബി പാട്ടുകൾ ഞാൻ കാണാം. നമ്മളിപ്പം ഈ പോർച്ചുഗലിലേക്കല്ലേ, ഏതാണ്ട് പോർച്ചുഗലൊക്കെ പോലുള്ള പ്രദേശമാണ്. വാഗ സിനിമയിലെ ചേസ് സീനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവിടെ നിന്ന് എടുത്തത്. അതുപോലെ തന്നെ ഈ സിന്ദഗി മിലേഗ ദ്വാര എന്ന് പറഞ്ഞ ഋതിക് റോഷന്റെ സിനിമ, അതിൽ ഏതാണ്ട് മൊത്തം ഇതിന്റെ എന്താണ് പറയുക, ടോപ്പോഗ്രാഫി ഞാൻ അവിടെ നിന്ന് എടുത്തത് ലെബനനല്ല, മെഡിറ്ററേനിയൻ, പോർച്ചുഗൽ ആ ഒരു പ്രദേശമാണ്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഈ രാജ്യത്തിന് ഇസ്രായേലിനോട് പ്രശ്നം, അവിടെ ഒരുപാട് പലസ്തീൻ കുടിയേറ്റക്കാർ അവരൂരൊക്കെ ഉണ്ട്. പിന്നെ ഇസ്രായേൽ പൊതുവെ സിറിയ, ഇസ്രായേൽ, പലസ്തീൻ അടുത്തെടുക്കുന്ന ഈ പ്രദേശമാണ്, ഏതാണ് ഇവ മെഡിറ്ററേനിയൻ പ്രദേശമാണ്. അപ്പോൾ ഇവർ തമ്മിൽ ഒരു വൈരമുണ്ട്. പക്ഷെ അതിൽ ഹിസ്ബുള്ള എന്ന് പറയുന്നത് വേറെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വിഭാഗമാണ്. അവരെ ഫണ്ട് ചെയ്യുന്നത് ഇറാനാണ്. ഇറാൻ ഫണ്ട് ചെയ്തിട്ട് ഇറാൻ്റെ ഒരു മിലിറ്ററി ആമായിട്ട് നിർത്തിയിരിക്കുകയാണ് ഹിസ്ബുള്ളനെ. അപ്പോൾ അവർ ഇറാൻ എപ്പോഴെങ്കിലും ഇവരായിട്ടൊന്ന് ചൊറിയണമെന്ന് തോന്നിയാൽ ഹിസ്ബുള്ളനെ ഉപയോഗിച്ചിട്ടൊന്ന് ചൊറിയും. അപ്പം ഈ ഹിസ്ബുള്ളക്ക് ഈ ലെബനനിലെ ഗവൺമെൻറ്റിൻ്റെയും പിന്തുണയുണ്ട്. അവിടെ ഹരീരി എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഉള്ള ഒരു പ്രധാനമന്ത്രിയൊക്കെ ഉണ്ട്. അയാൾ എനിക്ക് ബോംബ് ബ്ലാസ്റ്റ് മറ്റേ കൊലയപ്പെട്ടു. അവിടെ ക്രിസ്ത്യൻസും മുസ്ലിംസും ഒരേപോലെ ഉണ്ടായിരുന്ന രാജ്യമാണ്. ഇപ്പം എനിക്കൊന്ന് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. അപ്പോൾ അവിടെ ഒരു പ്രത്യേക കൾച്ചറൊക്കെ ഉള്ളൊരു പ്രദേശമാണ്. നമ്മൾ ഈ പറയുന്നതിനുമായി താലിബാനിസ്റ്റ് രാജ്യമൊന്നുമല്ല, ഒരു മോഡേൺ രാജ്യമാണ്, മനോഹരമായ രാജ്യമാണ്. അപ്പോൾ അവിടെ ഇവരിടയ്ക്കിടയ്ക്ക് അവിടെ ഇസ്രായേലിനെ ചോദിക്കും എന്തെങ്കിലും പ്രശ്നം പറഞ്ഞിട്ട്, ഇസ്രായേൽ ഇതുപോലെ 4 യുദ്ധം ചെയ്തെല്ലാം പൊളിച്ചടക്കി പോകും. ആ പൊളിച്ചടക്കി പോയിട്ട് പിന്നെ ഇവർ രണ്ടാമതൊക്കെ റീകൺസ്ട്രക്ട് ചെയ്ത് വരും. അത് റീകൺസ്ട്രക്ട് ചെയ്ത് കുറച്ച് ഇതുപോലെ പിന്നെയും വന്ന് മാന്തും. അപ്പോൾ ഇസ്രായേൽ പിന്നെയും വന്നിട്ട് അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഏത് സമയം ഇസ്രായേലിൻ്റെ അറ്റാക്ക് നേരിടാൻ തയ്യാറായി നിൽക്കുന്ന കയ്യിലിരിപ്പോണ്ട് ഇസ്രായേലിനെ വെല്ലുവിളിക്കുന്നത് അല്ല, അതല്ല, ആരെയും വെല്ലുവിളിക്കാൻ വേണ്ടേ? ഇതൊരു ഇക്കോണമിയല്ലേ, ഒരു ഇക്കോണമിയല്ലേ. അപ്പോൾ മുസ്ലിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടെന്ന് നോക്കി കഴിഞ്ഞാൽ ലോകത്ത് 4 ഭാഗത്ത് നിന്ന് സപ്പോർട്ട് കിട്ടില്ല, മുസ്ലിം രാജ്യങ്ങളുടെ സപ്പോർട്ട് കിട്ടും. അതേപോലെ തന്നെ ഈ ഇസ്രായേലിനാണെങ്കിൽ ജൂതന്മാരുടെ സപ്പോർട്ട്, സിയോണിസ്റ്റുകളുടെ സപ്പോർട്ട് കിട്ടും. ഇപ്പം അല്ലെങ്കിൽ ഭീകരവാദം എന്ന് വെച്ചാൽ ഇതൊരു ഇക്കോണമിയാണ്, ഒരു ഫ്രാഞ്ചൈസിയാണ്. അപ്പോൾ ലെബനനിലെ ഫ്രാഞ്ചൈസി നല്ല രീതിയിൽ അവർക്ക് പ്രോഫിറ്റിയറിംഗ് ആണ്. ഈ പറയുന്ന വാർലോഡ്സിന് പ്രോഫിറ്റിയറിംഗ് ആയിട്ടുള്ള ഒരു ഇക്കോണമിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ദുരന്തമായി തോന്നുന്നത് അവർക്ക് അത് പ്രോഫിറ്റിയറിംഗ് ആണ്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ പൂർണ്ണമായി തീർക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പൂർണ്ണമായി തീർക്കാൻ ഇസ്രായേലിന് ഉദ്ദേശമുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇസ്രായേൽ പുതിയ അടുത്ത അജണ്ടയിലേക്ക് കടന്നിട്ടുണ്ട്. എന്താണ് അവരുടെ നദി തൊട്ട് സമുദ്രം വരെ, ഈജിപ്റ്റ് തൊട്ടിട്ട് ഇസ്രായേൽ വരെയുള്ള തുർക്കിയുടെയും സൗദിയുടെ ഒക്കെ പ്രദേശങ്ങൾക്ക് വിശാല ഇസ്രായേൽ എന്ന് പറഞ്ഞ സ്വപ്നമുണ്ട് അവർക്ക്, വൈൽഡ് സ്വപ്നമാണ്. അതിലേക്ക് അവർ പോവില്ല എന്നാണ് പൊതുവെ ലോകം കരുതുന്നത്. ഇനിയിപ്പോൾ അമേരിക്കയൊക്കെ തീരുമാനിച്ചാൽ അവർ പോകും. അങ്ങനെ ഒരു രാജ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ മുസ്ലിം രാജ്യങ്ങൾക്കൊന്നും അഡ്രസ്സ് ഉണ്ടാവില്ല. ഇപ്പോഴുള്ള ഇസ്രായേലിനെ കൊണ്ട് തന്നെ അവർ നിൽക്കുമ്പോഴില്ല. അല്ല, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഇസ്രായേൽ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും 3ാം ലോക മഹായുദ്ധത്തിലോട്ട് അത് പോകും. 3ാം ലോക മഹായുദ്ധത്തെ പറയാൻ പറ്റില്ല. 3ാം ലോക മഹായുദ്ധത്തിൽ പോകണതിൽ പാകിസ്ഥാൻ വരണം. പാകിസ്ഥാൻ വന്ന ആറ്റം ബോംബുണ്ട് പാകിസ്ഥാൻ്റെ കയ്യിൽ. പാകിസ്ഥാൻ അങ്ങനെ ഇടപെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഇവർ ഓരോ ഘട്ടങ്ങളായി ഇപ്പം ഈജിപ്റ്റായിട്ട് അവർക്ക് സമാധാന സന്ധിയുണ്ട്, ജോർദാനുമായിട്ട് സമാധാന സന്ധിയുണ്ട്, സൗദി ആയിട്ടുള്ള അവരുടെ ബന്ധം മെച്ചപ്പെടുത്തിയിട്ടുണ്ട്, നാറ്റോയിൽ അംഗമാണ് അത് തുർക്കി. ഇതൊക്കെ പ്രോബ്ലമാണ്. പക്ഷേ ഈ ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ അജണ്ട എന്ന് വെച്ചാൽ അവർ 1000കണക്കിന് 100കണക്കിന് വർഷം ഒക്കെ കണ്ടിട്ടുള്ള അജണ്ടയാണ്. ഇപ്പോൾ അവർ ഹമാസിനെ ഹിസ്ബുള്ളിനെയൊക്കെ തീർക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ തയ്യാറാവുക വിശാല ഇസ്രായേൽ. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഒരുപാട് പോപ്പുലേഷൻ ഉണ്ട്. ഈ പോപ്പുലേഷൻ എന്ത് ചെയ്യും? ഒരു കാരണവശാലും ഇവർ സിറ്റിസൺഷിപ്പ് കൊടുക്കില്ല. ഈ സിറ്റിസൺഷിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ വോട്ടവകാശം കൊടുക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കോംപ്ലിക്കേഷൻ അതിൻ്റെ അങ്ങനെയാണ് എല്ലാവരും കൊന്നു തള്ളുമെന്ന് വെച്ചാൽ ഇസ്രായേലിന് സ്വഭാവം വെച്ചാൽ അതിനും അവരും അടിക്കുന്നില്ല.
അപ്പോൾ ലോകരാജ്യങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ലോകരാജ്യങ്ങൾ ഇപ്പം ചെയ്യുന്ന പോലെ സാങ്ഷൻസ് നടത്തിക്കൊണ്ടിരിക്കും. ഇസ്രായേൽ അത് മൈൻഡ് ചെയ്യില്ല. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു പോക്ക്. അത് ശുഭോദാക്കമായിട്ടുള്ള കാര്യമല്ലേ ഇത്. അപ്പോൾ അവരത് തീർക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഉദ്ദേശം വേറെന്തോമാണ്. അല്ലെങ്കിൽ വേറൊരു കാര്യം ഞാൻ ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, ഈ അമേരിക്ക ഇസ്രായേലിന്റെ പുറകെ ഉണ്ടെന്ന് പറയുന്നല്ലോ, പലപ്പോഴും ഈ അമേരിക്കയുടെ വാക്കുകൾ പോലും ഇസ്രായേൽ കേൾക്കുന്നില്ല. അത് ആദ്യം പറഞ്ഞു, നീ അവിടെ പോയിട്ട് ഇങ്ങനെ ചെയ്യുക, അപ്പം ഞാൻ അങ്ങനെ പോയപ്പോൾ നീ ഇങ്ങനെ പറഞ്ഞാൽ മതി, അപ്പം ഞാൻ നിന്നെ കുറ്റപ്പെടുത്തും, പക്ഷേ ഞാൻ നിന്റെ കൂടെ. അമേരിക്കക്ക് ഇസ്രായേലിനെ വിട്ടൊരു കളിയില്ല. അമേരിക്ക ആവുന്ന ജൂതന്മാരുടെ പണം കൊണ്ടാണ്, ഈ സിയോണിസ്റ്റുകളുടെ പണം കൊണ്ടാണ്. അമേരിക്കയെ നിയന്ത്രിക്കുന്ന ഒരു ലോബി ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ വാൾ സ്ട്രീറ്റ് എന്നോ അല്ലെങ്കിൽ ഇല്ലുമിനാറ്റി എന്നൊക്കെ വിളിക്കാവുന്ന ഒരു ലോബി ഉണ്ട്. ആ ലോബി പ്രധാനമായിട്ട് ഇവരാണ്. ആ ലോബിയിൽ ഇപ്പം കുറെ അറബ് മില്യനേഴ്സ് കൂടി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് കുറെ മുസ്ലിം അനുകൂലമായ തീരുമാനങ്ങളൊക്കെ ചില ഘട്ടങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഈ പെട്രോൾ ഡോളർ വഴി മുസ്ലിംസ് ഭയങ്കര റിച്ച് ആയിട്ടുണ്ട്. അതുപോലെ ജോൺ വിക്ക് പടത്തിൽ തന്നെ കാണാമല്ലോ, ഈ ടേബിളിനെ നിയന്ത്രിക്കുന്ന ഒരാൾ അറബിയാണ്, അയാളാണ് ജോൺ വിക്ക് വെടിവെച്ച് കൊല്ലുന്നത്. അപ്പൊ അങ്ങനെ ഒരു പിന്നെ ജാപ്പനീസ് കുറച്ച് ജപ്പാൻകാർ വന്നിട്ടുണ്ട്. ജോൺ വിക്ക് സിനിമ കണ്ട ഏതാണ്ടൊക്കെ നമുക്ക് പിടികിട്ടും എന്താണ് ഈ സംഭവം എന്നുള്ളത്. ജോൺ വിക്ക് എന്നുള്ളത് സാങ്കല്പിക കഥാപാത്രമാണ്, പക്ഷെ ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഇതിന്റെ ഒരു സംഭവം നമുക്ക് ഏതാണ്ട് ഒരു. പക്ഷെ പശ്ചിമേഷ്യയിൽ ഏറ്റവും കൂടുതൽ സമാധാനം ആഗ്രഹിക്കുന്ന ഞങ്ങളാണെന്ന് പറഞ്ഞ അമേരിക്കയുടെ ആന്റണി ബ്ലിങ്കൻ ഇപ്പോൾ 9ാമത്തെ തവണ ഇസ്രായേൽ പറന്നിറങ്ങിയിരിക്കുകയാണ്. എന്നിട്ട് അയാൾ നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഇത്തവണ കൂടെ ഇവിടെ സമാധാന അന്തരീക്ഷം വന്നിട്ടില്ലെങ്കിൽ പിന്നെ ഇസ്രായേലിനെ പിടിച്ചാൽ കിട്ടത്തില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ ഏരിയ പിടിച്ചാൽ കിട്ടത്തില്ല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പുള്ളി നീ ഇപ്പൊ താലിബാന്റെ ഫാനെന്ന് പറഞ്ഞാൽ ആളുകൾ ചിരിക്കുകയല്ലേ, അതുപോലെയാണ്. ഷോ ഓഫ് ആണ്, ഷോ ഓഫ്, അത് മാത്രം. ഞാൻ ഇപ്പൊ താലിബാൻ മര്യാദക്കാരൻ, അയാം വിത്ത് താലിബാൻ. പക്ഷേ വളരെ കൂളായിട്ട് പറയാണ് കേട്ടോ. നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഇതൊക്കെ ഭയങ്കര വാർത്തയാക്കുക. ഈ മാധ്യമം അമേരിക്ക ഇങ്ങനെ പറഞ്ഞു അവിടെ ഇരിക്കുന്ന ഒന്ന് അവർക്ക് അറിയാം, അവിടെ ബീറുള്ളവർക്ക് അറിയാം ഈ പറഞ്ഞതിൽ കാര്യം. അവർക്ക് പക്ഷേ ന്യൂസ് കൊടുക്കണ്ട. ഇവിടെ കുറെ പാവങ്ങളായി ന്യൂസ് കണ്ടുകൊണ്ട് ആ ശരി നാളെ പ്രശ്നം പരിഹരിക്കപ്പെടും. നമ്മളൊക്കെ ആ ഘട്ടത്തിലൂടെ കടന്നുപോയ ആളുകളല്ലേ എന്ന് കരുതുന്ന ആളുകളുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇപ്പോഴുള്ള പയ്യന്മാർക്ക് ഒരു വിവരവും ഇല്ല. അവർക്ക് ഇസ്രായേൽ എന്താ അമേരിക്ക ഒരു കാര്യമില്ല, ഹൈപ്പാണ്, മൊത്തം ഹൈപ്പാണ്. അപ്പൊ നമുക്കുള്ള വിവരം പോലെ അവിടെ ഇരിക്കുന്ന പയ്യന്മാർക്കും പല കാര്യത്തിലും ഇല്ല, കമ്മിറ്റ്മെന്റും ഇല്ല. അപ്പൊ അതിന്റെ കൊടുക്കുന്ന ഒരു ഹൈപ്പ് യൂട്യൂബർ ന്യൂസ് കൊടുക്കുന്ന പോലെ കണ്ടിട്ടില്ലേ, അവൻ അവളോട് ചെയ്തത് കണ്ടോ, അത്ര കണ്ടാ മതി. ഇത് നമ്മൾ സീരിയസ് ആയി നോക്കുമ്പോൾ ഈ അമേരിക്ക ഈ പറയുന്നതിൽ ഒരു കാര്യമില്ല. അമേരിക്ക ഈ പ്രശ്നം തീർക്കാനും പറ്റില്ല. ഇസ്രായേലിനെതിരായിട്ട് ഈ പ്രശ്നം തീർത്താൽ അമേരിക്കയിൽ ആരാണോ തീർക്കാൻ ഉദ്ദേശിക്കുന്നത് അയാൾക്ക് കെന്നഡിയുടെ അവസ്ഥയായിരിക്കും. അപ്പൊ അതിനവർ പോയില്ലല്ലോ. ഈ ഇസ്രായേലിനോട് ഒരു ചോദ്യം, ഇന്ന് കേട്ടോണ്ടിരിക്കുന്ന പലർക്കും ഇത് അറിയത്തില്ലായിരിക്കും, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇസ്രായേലിനോട് അമേരിക്കക്ക് എന്താണ് ഇത്ര താല്പര്യം? അമേരിക്ക ഉണ്ടാക്കിയ ഇസ്രായേൽ, അമേരിക്ക ഉണ്ടാക്കിയ ഇസ്രായേൽ അമേരിക്കൻ ഈ പിലിഗ്രിം ബ്രദേഴ്സ് എന്ന് പറഞ്ഞ പ്രൊട്ടസ്റ്റന്റുകാര് ഈ പിന്നെ ഇംഗ്ലണ്ടിലെ ഈ പിന്നെ കത്തോലിക്ക രാജാവിന്റെ പീഡനം കൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി പോയതാണ്. അവർ പിന്നെ 13 മറ്റേ കോളനികളുണ്ടായി, അവിടെ അങ്ങനെ ഓർത്ത് അവർ കൗബോയ് ഒക്കെ കളിച്ചുകൊണ്ട് ഈ ക്ലിന്റ് ഈസ്റ്റ്വുഡ് സിനിമ കാണുന്ന കൗബോയ് കളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ പറയുന്നത് ഈ ജൂതന്മാർക്ക് അന്ന് യൂറോപ്പിൽ ജൂതന്മാരെ കണ്ട ഇപ്പോഴത്തെ മുസ്ലിംസിന് ഈ ലോകത്തുള്ള അവസ്ഥയായിരുന്നു ജൂതന്മാരുടെ അവസ്ഥ. മുസ്ലിംസിന് പിന്നെ പല സ്വന്തമായ രാജ്യമെങ്കിലും ഉണ്ട്, ഇവർക്ക് അതുമില്ല. അപ്പോൾ ഇവരെ കണ്ടാൽ ഓടിച്ചിട്ട് തല്ലിയ കൊല്ലിയ അതൊക്കെ ആയിരുന്നു പരിപാടി. കാരണം ജീസസിനെ കുറിച്ച് തറച്ചത് ഇവരാന്ന് തോന്നുന്നുണ്ട്, ഇവരാണ് കാരണക്കാരെന്ന് തോന്നുന്നു. ഈ ജീസസ് ജൂതനാന്നുള്ള കാര്യം ആരും മറക്കുന്നില്ല, അപ്പം ആരും നോക്കുന്നില്ല. അപ്പം അങ്ങനെ അവർ രക്ഷപ്പെടാൻ വേണ്ടി എന്ത് ചെയ്തു, അവർ പിന്നെ പല ഈ പുതിയ രാജ്യങ്ങളിലേക്ക് ന്യൂ ഫൗണ്ട്ലാൻഡ് എന്ന് പറയും, അവിടേക്ക് അവരും പോയി. അപ്പോൾ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, കാനഡ ഇതൊക്കെ ന്യൂ ഫൗണ്ട്ലാൻഡാണ്. അതൊരു ലോകത്തിലെ ആളുകൾക്ക് അറിയില്ല ഇങ്ങനെ ഒരു ഭൂഖണ്ഡം ഉണ്ട് എന്നുള്ളത്. അവരവിടെ പോയിട്ട് അവിടെ അവർക്ക് ഫ്രീ ആയി പ്രവർത്തിക്കാൻ പറ്റും. യൂതന്മാർ 2000 വർഷം ഈ രീതിയിലുള്ള കൊടിയ പീഡനങ്ങൾ അണ്ടർ ഡോഗായി കടന്നു പോയതുകൊണ്ട് ഇവരുടെ കാര്യം ഇവർക്ക് ഭയങ്കര സർവൈവൽ സ്പിരിറ്റുള്ള ആളുകളാണ്. മാത്രമല്ല അങ്ങനെയുള്ള ഒരുപാട് പീഡനങ്ങൾ കടന്നു ബുദ്ധിശക്തി ഭീകരമായി വളർന്നു. ചലഞ്ച് വരുമ്പോൾ നമ്മുടെ ബുദ്ധി കൂടുതൽ വളർന്നു വരും. അങ്ങനെ വളർന്നു വന്നത് അതുകൊണ്ടാണ് ഈ ബൊമ്മയുടെ ഇടയിൽ ഇത്രമാത്രം ബുദ്ധിജീവികളൊക്കെ കടന്നു വരുന്നത്. ഒരുപാട് ഇത്രമാത്രം ചവിട്ട് കൊണ്ടൊരു ജനതയില്ല. ഇവരെ കയ്യിലിരിപ്പ് അത് തന്നെ. ഇപ്പം മുസ്ലിംസിനെ കൊണ്ട് പോയില്ല കയ്യിലിരിപ്പ്, ഇതേ സംഭവം വരെയും കയ്യിലിരിപ്പ്. അപ്പം എവിടെ ഒരു ജൂതം പോയി അവിടെ അയാൾ തല്ലുണ്ടായിപ്പോയി. മുസ്ലിംസ് അങ്ങനെ തല്ലുണ്ടായിപ്പോയി ഞാൻ കണ്ടില്ല. ഇവന്മാർ മണ്ടത്തെ കൊണ്ട് ഇവന്മാർ തന്നെ തല്ലുണ്ടാക്കുന്നല്ലാതെ ജൂതന്മാരെ പോലെ മറ്റുള്ളവരെ തല്ലുണ്ടാക്കുന്ന പരിപാടിയില്ല. ജൂതന്മാർ മറ്റുള്ള കുത്തിത്തിരിപ്പില്ല ആശാമാരാകും. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ യൂറോപ്യൻസ് ഒന്നും ഇവരെ ഇഷ്ടം ഉണ്ടായിരുന്നില്ല. പക്ഷെ അപ്പം ഷൈലോക്ക് എന്ന ക്യാരക്ടർ ഉണ്ടല്ലോ ഷേക്സ്പിയറിന്റെ, ആ ജൂതനാണല്ലോ. ഇതാണ് യൂറോപ്പിൽ എങ്ങനെയാണോ ജൂതനെ കണ്ടത് അങ്ങനെയാണ്. അപ്പൊ അവിടെ പോയി അവർ ബിസിനസ്സൊക്കെ തവിച്ച് പതുക്കെ ആ രാജ്യത്തിന് പ്രധാന ഈ സിഖുകാരെങ്ങനെയാണോ കാനഡയിൽ ആധിപത്യം ഉറപ്പിച്ചത് അതിൻ്റെയൊക്കെ 100 ഇരട്ടി ഇവർ ആധിപത്യം ഉറപ്പിച്ചു. അത് 1-ാം ലോക മഹായുദ്ധം നടന്ന് യൂറോപ്പൊക്കെ തോറ്റമ്പി ഇവന്മാരെ യുദ്ധത്തിൽ പങ്കെടുത്ത് അമേരിക്ക യുദ്ധത്തിൽ പങ്കെടുത്തതേ ഇല്ല. ഇവരെന്ത് ചെയ്ത് അമേരിക്കയ്ക്ക് ആവശ്യം മറ്റു യൂറോപ്പിലെ രാജ്യങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ 2 രാജ്യത്തിനും കൊടുത്തു, ജർമ്മനിക്ക് കൊടുക്കും, ഇംഗ്ലണ്ടിന് കൊടുക്കും. ഇവർ പൈസക്കാരായി. അത് കഴിഞ്ഞ് 2-ാം ലോക മഹായുദ്ധം വന്നു.
രണ്ടാം ലോക മഹായുദ്ധം ആ സമയമാകുമ്പോഴേക്കും ഇവർ അടുത്ത ഒരു പിന്നെ യൂതരാജ്യം ഉണ്ടാക്കാനുള്ള പരിപാടിയുണ്ട്. അത് ഉഗാണ്ടയിൽ വേണോ അർജന്റീനയിൽ വേണോ എന്നുള്ള സംശയം അവിടെ എവിടെയെങ്കിലും ഉണ്ടാക്കാൻ ആദ്യം ഉദ്ദേശിച്ചത്. അപ്പോൾ ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു ചൊല്ലുണ്ട്, ഒരു തോട്ടിലെ 2 മീനുകൾ തമ്മിൽ കടിപിടി കൂടുന്ന കണ്ടാൽ മനസ്സിലാക്കി ഒരു സായിപ്പ് അതിലെ കടന്നു പോയിട്ടുണ്ട്. ഇത് ബ്രിട്ടീഷുകാർ കുത്തിത്തിരിപ്പ് രാശാന്മാരാണ്. ഇവിടെ ഇന്ത്യയിൽ തന്നെ കണ്ട അതായത് കശ്മീരൊക്കെ. അപ്പം ബ്രിട്ടീഷുകാർ ഈ ലോകത്തെ അവരുടെ ആധിപത്യം അവസാനിക്കാൻ അറിയുന്ന അവർക്ക് മനസ്സിലായി. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം, അവർക്ക് ആധിപത്യം നിലനിർത്തണമെങ്കിൽ എന്ത് ചെയ്യണം, ലോകത്ത് ഈ പറഞ്ഞ പിന്നെ എമേർജ് ചെയ്ത് വരാൻ സാധ്യതയുള്ള മുസ്ലിം രാജ്യങ്ങളാണ്. അപ്പം മുസ്ലിം രാജ്യങ്ങളുടെ ഇടയിൽ ഒരു കത്തി ഉണ്ടാക്കി വെച്ച് പോകണം. അപ്പോൾ ഈ ജൂതന്മാർ സത്യം അർജന്റീനയിൽ പോയിട്ട് രാജ്യം ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അവിടെ ഇഷ്ടംപോലെ ഭൂമിയുണ്ട്, നിങ്ങൾ അവിടെ പോകണം, നിങ്ങൾ ഇവിടെ നമ്മൾ ഇവിടെ ഉണ്ടാക്കി തരാം. ആ പ്രശ്നമാണ് ഇപ്പോഴും തീരുന്നത്. അല്ല അവർ അർജന്റീനയിൽ ഒരു രാജ്യം ഉണ്ടാക്കി ആർക്കും ഒരു പ്രശ്നമില്ല. ജൂതന്മാരും സേഫാണ്. അല്ലെ ഉഗാണ്ടിൽ അവർക്ക് സ്ഥലം കൊടുക്കാൻ തോന്നിയിരുന്നു. ഉഗാണ്ട വലിയൊരു പോപ്പുലേഷൻ ഉണ്ടായിരുന്നു ഇവരുടെ. അപ്പം അങ്ങനെ ഇവരും ഈ സിയോണിസ്റ്റുകളും ഇവന്മാരും തമ്മിലുള്ള അജണ്ടയാണ്. ഇംഗ്ലീഷ് ഇൻ്റലിജൻസ് വിങ്ങും കൂടിയിട്ടാണ് ഈ സാധനം ഉണ്ടാക്കി വയ്ക്കുന്നത്, പിന്നെ ഇസ്രായേൽ ഉണ്ടാക്കുന്നത്. അപ്പം ഇസ്രായേൽ ഉണ്ടാക്കിയോടുകൂടി ഇസ്രായേലിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് ഇവർക്ക് അറിയാം. അപ്പം എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവർ അമേരിക്കൻ്റെ സിസ്റ്റം മൊത്തം ഇവരെ കയ്യിലാണല്ലോ. അത് ഉപയോഗിച്ച് അമേരിക്ക ആദ്യം 2ാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തില്ല. ഈ യുദ്ധമൊക്കെ ഇവിടെ അടിച്ചു കഴിഞ്ഞ് 2 കൂട്ടരും ക്ഷീണിച്ചപ്പോൾ അമേരിക്ക എന്ത് ചെയ്തു വെച്ചാൽ വേഗം അതിൽ ഇംഗ്ലണ്ടിൻ്റെ ഭാഗം കൂടി. ഇംഗ്ലണ്ട് അത്ര ഇയാൾ ജൂത വിരുദ്ധനാണല്ലോ, അതുകൊണ്ട് അയാളെ ഭാഗത്ത് വിടാൻ പറ്റില്ല. ഇതുണ്ട് അമേരിക്ക എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവസാന ഘട്ടത്തിൽ കയറിയിട്ട് ചില ആളുകളുണ്ടല്ലോ മറ്റുള്ളവർ 2 മണിക്കൂർ പിന്നെ 15 മിനിറ്റ് കളിക്കും ഫുട്ബോൾ, അവസാനം 15 മിനിറ്റിൽ പിന്നെ എന്താണ് ടൈം ഔട്ട് വിളിച്ച് ഒരുത്തന്നെ ഇറക്കിയിട്ട് ബെഞ്ചിന്ന് ഒരുത്തന്നെ ഇറക്കിയിട്ട് 15 മിനിറ്റ് അവൻ 2 ഗോൾ അടിച്ച് കളി ചെയ്യിപ്പിച്ച് അവൻ ഹീറോ എന്ന പരിപാടി. ഈ കളിയാണ് അമേരിക്ക കളിച്ചത്. അവസാന നിമിഷം കയറിയിട്ട് ഈ പേൾ ഹാർബർ അക്കൗണ്ടോട് യുദ്ധത്തിൽ പങ്കെടുക്കുന്നു. വലിയ നാശനഷ്ടം വന്നില്ല, കാരണം അമേരിക്കയിൽ പോയി ബോംബിടാൻ പറ്റില്ലല്ലോ. ഫാർ അവേ അല്ലേ യൂറോപ്പിൽ നിന്ന്. യുദ്ധം നടക്കുന്ന സ്ഥലത്ത് അമേരിക്ക ഒരുപാട്. അപ്പം അമേരിക്കയ്ക്ക് വലിയ നാശനഷ്ടം പറ്റിയത് കുറച്ച് യുദ്ധക്കപ്പലുകളൊക്കെ പോയെന്നുള്ളൂ. അമേരിക്ക പിന്നെ എന്ത് ചെയ്യും, അതിൻ്റെ ഇടയ്ക്ക് ആറ്റം ബോംബ് ഇട്ടിട്ട് അവസാനം മേൽക്കൈ നേടും. അന്ന് ലോകത്ത് ആർക്കും ആറ്റം ബോംബില്ല. അത് തോറ്റ് കൊണ്ടിരിക്കുന്ന രാജ്യത്തിന് മേലാണ് ഈ ആറ്റം ബോംബ് ഇടുന്നത്. അപ്പം ഇനി ഞങ്ങളോട് ആരും കളിക്കില്ലെന്ന് ഫീൽ അമേരിക്കൻ. അപ്പം അമേരിക്കൻ കൺട്രോൾ ആരാണ്? ഇവന്മാർ ജൂതന്മാരുടെ കയ്യിലാണ്. ഇവന്മാരുടെ ഫുൾ സപ്പോർട്ട് കിട്ടി. ആർക്ക് കിട്ടി? ഈ പറയുന്ന ഇസ്രായേലിന് കിട്ടി. ഇസ്രായേലിന് അവരുണ്ടാക്കിയ രാജ്യമാണ്. എല്ലാ ഘട്ടത്തിലും അവരുടെ അവരുടെ സ്റ്റേറ്റ് ആയിട്ടാണ് ഇസ്രായേലിനെ കാണുന്നത്. പിന്നെ ആദ്യ കാലഘട്ടത്തിൽ നേരിട്ട് പറയാൻ പറ്റില്ല ഞങ്ങൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം അറബികളൊക്കെ ഭയങ്കര, അന്ന് അറബികൾക്ക് ഇതിലും കൂടുതൽ വിലയുണ്ട്. കാരണം ഇസ്ലാമിക സാമ്രാജ്യമായിരുന്നു അതുപോലെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമ്രാജ്യം, ഓട്ടോമൻ ടർക്സ്. അപ്പോൾ അതുകൊണ്ട് നേരിട്ട് പറഞ്ഞില്ല, ഇൻഡയറക്റ്റ്ലി എല്ലാ സപ്പോർട്ടും കൊടുക്കും. അപ്പോൾ അവർ എന്നിട്ട് ഇവർ ഉപയോഗിച്ച പലപ്പോഴും ഫ്രാൻസിൻ്റെയൊക്കെ പഴയ യുദ്ധവിമാനങ്ങളാണ്. പക്ഷേ ഈ യുദ്ധവിമാനങ്ങൾക്ക് ആവശ്യമായ ടെക്നോളജി മൊത്തം അമേരിക്കയിൽ ഇവർ എത്തിച്ചു കൊടുക്കും. കാരണം യുദ്ധവിമാനം ഫ്രാൻസിൻ്റെതായിരിക്കും, ടെക്നോളജി മോസ്റ്റ് മോഡേൺ ആയിരിക്കും. അറബികൾ വാളം കൊണ്ട് വരുമ്പോഴേക്ക് വിമാനം നല്ല ടിഷ്യൂ എന്ന് ഓടിച്ചു കൊടുക്കും. അപ്പോൾ അമേരിക്ക ആണ് ഇസ്രായേലിനെ സ്പോൺസർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അമേരിക്കയെ സ്പോൺസർ ചെയ്യുന്നത് ഇസ്രായേലാണ്. അങ്ങനെയാണ് അമേരിക്ക ഇസ്രായേലിൻ്റെ പിന്നിലെത്തിയത്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.